ജൂനിയർ ഐഡൽ സീസൺ 2 മറ്റൊരു സംഗീത സാന്ദ്രമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Ideal World Junior Idol Season 2. ഇനി നമുക്ക് ഹൃദയപൂർവ്വം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ബിജി ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി ഈ വേദിയിലേക്ക് പെർഫോം ചെയ്യാൻ എത്തുന്നത് അലീന കുട്ടിയാണ്. ഇളയരാജ ക്ലാസിക്സ് റൗണ്ടുമായി എത്തുന്നു അലീന. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ അലീന. പാട്ട് മൂടിക്കൊണ്ടാണോ വരുന്നത്? ഇല്ല ഇല്ല. പിച്ച് നോക്കിക്കൊണ്ട് വരാണോ? ഇല്ല ഇല്ല. അല്ലെങ്കിൽ ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ചിന്നത്തമ്പി എന്ന മൂവിയിലെ പോവോമാ ഊർഗോലം. ഓക്കെ അലീന, നന്നായിട്ട് പാട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്. சுழலுது உள்ளுக்குள்ள மயங்கிது என
എന്തോ കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. യു ജസ്റ്റ് മെസ്മറൈസ്ഡ് us. താങ്ക് യു ഞങ്ങളൊക്കെ വേറൊരു വേൾഡിലായി പോയി മോളു. താങ്ക് യു പാടാൻ പറ്റീനെ നന്നായിട്ട്. ഞങ്ങൾ ആസ്വദിച്ചു. ഇനി കമന്റ്സ് അറിയണം അല്ലേ? ഓക്കെ ജഡ്ജസ്. അലീന, എന്തോ ചിന്നത്തമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി രാജസാറിന്റെ സംഗീതത്തിൽ സ്വർണലത എന്ന വളരെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സിംഗർ ആലപിച്ച ഒരു ബ്യൂട്ടിഫുൾ സോങ് അലോങ് വിത്ത് മനോജ് സാർ ആണെന്നാണ് എന്റെ ഓർമ്മ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോളെ, നന്നായിട്ട് പാടി. ദ മെയിൻ തിങ് വാസ് ദാറ്റ് മോളുടെ ശബ്ദത്തിന് ഏറെ യോജിക്കുന്ന ഒരു പാട്ടാണത്. സ്വർണലതയുടെ മാഡത്തിന്റെ വളരെ ഓപ്പൺ ആയ ഒരു വോയിസ് ആണ്. അതുപോലെ തന്നെ മോളുടെ നല്ലൊരു ബ്രൈറ്റ് വോയിസ്, അതേ ബ്രൈറ്റ്നെസ്സോടു കൂടി ഈ പാട്ട് എൻ്റർ ചെയ്തു. ഇഫ് ഐ എം കറക്റ്റ്, സ്വർണലത മാഡത്തിന് ഈ പാട്ടിന് തമിഴ്നാട് സർക്കാരിന്റെ സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് മികച്ച പിന്നണി ഗായികയ്ക്കുള്ളത്. മോളുടെ ഇന്നത്തെ പാട്ടിൽ ചില പോയിന്റ്സിൽ എക്സ്പ്രഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. വെരി വെരി ക്ലോസ് ടു ദ ഒറിജിനൽ. ആൻഡ് പ്രധാനമായി ഒരു പ്രശ്നം തോന്നിയത് എല്ലാ വരികളുടെയും എൻഡ് നോട്ട്സ് ഒന്നുകിൽ സസ്റ്റെയിൻ കുറവായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോയി. രണ്ട് എക്സ്ട്രീം സംഭവിച്ചു. ആ കറക്റ്റ് മെഷറിൽ നമുക്ക് കിട്ടിയില്ല. അതൊരു ചെറിയ ഫാക്ടർ. അതുപോലെ ഞാൻ മോളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ പാട്ടിന്റെ ഒരു സിനറിയോ, ഇതൊരു ഡുവറ്റ് സോങ് ആണ്. ഇതിന്റെ റിപ്പീറ്റ് വേർഷനാണ് ഒരു പാത്തോ സോങ് വരുന്നത്, നീയെങ്കെ എന്നൻബെ എന്ന് പറയുന്നത്. അത് സോളോ ആണ്. ഇപ്പൊ ഈ ഡുവറ്റ് സോങ്ങിലുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത്, ഈ ചേട്ടന്മാർ വളരെ ലാളിച്ചു വളർത്തുന്ന ഒരു പെൺകുട്ടി, അവൾ വീടിന്റെ സറൗണ്ടിങ്സ് ഒന്നും കണ്ടിട്ടില്ല, നാടെങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നാട്ടുപ്രദേശം എങ്ങനെയായിരിക്കും എന്ന് കാണാത്തൊരു നായികയാണ് ഖുഷ്ബു ഈ സിനിമയിൽ. അപ്പോ ചിന്നത്തമ്പിയായ പ്രഭുവിന്റെ കൂടെ നാട് കാണാൻ ഇറങ്ങിയാണ് ഒരു ദിവസം, വീട്ടിൽ അറിയാതെ. അപ്പോ ആദ്യമായിട്ടാണ് ഈ വയലും ഈ പച്ചപ്പും ഒക്കെ കാണുന്നത്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നായകൻ പാടുന്നത്. പക്ഷെ പ്രഭുവിന് അവിടെ ടെൻഷനാണ്. വീട്ടിൽ ഇവളെ അറിയിക്കാതെയാണ് പുറത്ത് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രഭുവിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ ആ ഒരു ഫീൽ കോൺട്രാസ്റ്റ് ഉണ്ട് സിംഗിങ്ങിൽ. അതായത് ഫീമെയിൽ പോർഷൻ വരുന്ന സ്ഥലത്തിൽ ഭയങ്കര ബ്രൈറ്റും, മെയിൽ പോർഷൻ വരുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു പരിഹാസത്തോട് കൂടിയാണ് പാടുന്നത്. അപ്പൊ ആ ഒരു ഫീൽ കോൺട്രാസ്റ്റ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു തോന്നി. ബിക്കോസ് ഇറ്റ് വാസ് സൗണ്ടിങ് ഓൾ ദ സെയിം. അപ്പൊ ആ ഒരു ചെറിയൊരു മോഡുലേഷൻ ആവാമായിരുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വെരി 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 ബിഗ് ഹാൻഡ്സ് ടു ദ ഓർക്കസ്ട്ര. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ട് അവർ പ്രസന്റ് ചെയ്തു. ശരിക്കും ആ പാട്ടിന്റെ ഒറിജിനൽ ട്രാക്ക് കേൾക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടി. താങ്ക്സ് ടു രാജേഷ് സാർ ഓൾസോ ഫോർ ആ ചെറുതാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലൂട്ട് ബീറ്റും ഉണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു ആൾ. നന്നായി പാടി മോളെ, ഓൾ ദ ബെസ്റ്റ്. അലീന, എന്തോ നല്ലൊരു ഗാനം വളരെ നന്നായി തന്നെ പാടി കേട്ടോ മോള്. താങ്ക് യു ചേച്ചി. കാരണം അനൂപ് പറഞ്ഞു വളരെ കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം സ്വർണലത മാം പാടിയ പാട്ട് മോളുടെ ശബ്ദത്തിന് വളരെ അത് ആപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇത്രയും സിംഗേഴ്സിൽ അനൂപ് എത്ര കറക്റ്റ് ആയിട്ടാണ് ഓരോരുത്തർക്കും ഓരോ പാട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. കാരണം മോക്കാണ് ഈ പാട്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ഈ പാട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. പിന്നെന്താ പറയാ, 2 വേർഷനുണ്ട്. ശരിക്കും കൂടുതൽ നമ്മൾ കേട്ടേക്കുന്നത് നീയെങ്കേ അതൊരു സങ്കടമാണ്. അപ്പം അതിന്റെ ഒരു ഫീലിലാണ് തോന്നുന്നു മോള് കൂടുതലും ഈ പാട്ട് പാടിയത്. പിന്നെ അമ്മ അവിടുന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അനുപല്ലവി കഴിഞ്ഞപ്പോ തൊട്ട് കുറച്ച് ഒന്ന് ചിരിക്കാനും എന്തൊക്കെയോ ഇതിനുള്ളൊരു ശ്രമം നടത്തി. അതൊന്നും വേണ്ടെങ്കിലും നമ്മുടെ മുഖത്തൊരു സ്ഥായിയായ ഒരുപാട് ചിരിക്കാനും ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കാനും അല്ല, അതിന്റെ ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടിയാൽ മതി. മോള് നന്നായിട്ട് മോളുടെ കഴിവുന്നല്ല അത്ര ഗംഭീരമായിട്ട് തന്നെ മോള് പാടി. ആ ഫീല് നമുക്ക് അതേപോലെ തന്നെ കിട്ടി. ശരിക്കും ഈ സ്വർണലത മാമിനെ പറ്റി പറയാനാണെങ്കിൽ ഇനിയും എത്രയോ നല്ല പാട്ടുകൾ ശരിക്കും അവർ നമുക്ക് സമ്മാനിച്ചേനെ. വളരെ ഒരു പ്രായത്തിൽ തന്നെ നമ്മളെ വീട്ടിൽ പിരിഞ്ഞു പോയി ഒരിക്കലും ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അവരുടെ ശബ്ദം. അത്രയും ഒരു സങ്കടപ്പാട്ട് പാടുകയാണെങ്കിലും ഒരു ലവ് സോങ് പാടുകയാണെങ്കിലും അത്രയും ആ ഫീൽ ഉൾക്കൊണ്ട് പാടുന്ന ഒരു ഗായികയായിരുന്നു. അത് വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക്. എന്തായാലും മോള് ഈ പാട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. അലീന അസലായിട്ട് പാടിയോളെ കേട്ടോ. നല്ല ഒരു പവർഫുൾ സിംഗിങ് ആണ്, ഒരു ഓത്തന്റിക് സിംഗിങ് ആണ്. നമ്മളത് പഠിച്ച് തന്നെ പാടി. ഇടയ്ക്ക് മാത്രം ചെറിയ പ്രശ്നങ്ങൾ പറ്റി നമുക്കറിയാലോ അല്ലേ, ചെറിയ പിന്നെ പല്ലവി മാത്രം ചെറുതായിട്ട് ഒന്ന് ശ്രുതി കുറച്ച് താഴ്ന്നു പോയി ചെറുതായിട്ട്. ഒരു വളരെ എന്താ പറയുക നോട്ടീസിങ് ആയിട്ടല്ല അത് തോന്നിയത്. വേറെ എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. കാരണം ഈ എല്ലാവരും പറഞ്ഞ പോലെ സ്വർണലത എന്ന് പറയുന്നത് അകാലത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു സിംഗറാണ്. പലരുടെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗറാണ് അവര്. പേര് സ്വർണലത, ലത എന്ന് പറഞ്ഞ വള്ളി, സ്വർണ്ണ വള്ളി അല്ലെ സ്വർണ്ണ നൂല് പോലെ അവരുടെ ഒരു ടോൺ,
ഒരു ടോണിലൊരു നൂല്, ഒരു സ്വർണ്ണ നൂലുള്ളത് പോലെ തോന്നാറുണ്ട് ഓരോ ടോണിൽ. എല്ലാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സിംഗറാണ് അവര്. എന്തായാലും അതെടുത്ത് പാടിയതിലും ഇത്തരം ലെജൻഡറി ആയിട്ടുള്ള ഒരു പാട്ടെടുത്ത് പാടിയതിലും ഒക്കെ സന്തോഷം. നമ്മൾ നല്ലോണം പാടി കേട്ടോ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. മോളു, ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ. അനൂപേട്ടാ, ഓൺ 30 അലീനക്കുട്ടിക്ക് എത്ര മാർക്കാണ്? മോളെ, അലീനക്കുട്ടിയുടെ മാർക്ക് പറയുന്നതിന് മുമ്പ് എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തി മോളുടെ മുത്തശ്ശിയാണ്. ഭയങ്കര സിൻസിയർ ആണ് മോളുടെ പാട്ടിന്റെ കാര്യത്തിൽ. മുത്തശ്ശിക്ക് പാട്ടൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് ആൾ. എപ്പോഴും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എപ്പോഴും അലീനയുടെ കൂടെ ഉണ്ട്. താങ്ക് യു മുത്തശ്ശി, ഐ ലവ് യു. താങ്ക് യു. അപ്പൊ അലീനയുടെ മാർക്ക് 27, 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് വാസ് വെരി ഗുഡ്. ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യണം പതിവ് പോലെ, ബട്ട് സ്റ്റിൽ ഇന്ന് നന്നായിരുന്നു. 3.5 out of 4. താങ്ക് യു. റിമി ചേച്ചി? മുത്തശ്ശി, ഐ ലവ് യു ടു മുത്തശ്ശി. മുത്തശ്ശി, ഞാൻ കണ്ണുരുട്ടി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാട്ടോ. അത് നമ്മളൊരു അവിടെ ഒരു ഉപമിക്കുന്നതാണ്. അമ്മയായിരിക്കും, അച്ഛനായിരിക്കും കണ്ണുരുട്ടി എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ചുമ്മാ പറയുന്നത് ഒരു തമാശ രീതി പറയുന്നുള്ളൂ. ഒരിക്കലും കാര്യമായിട്ട് ആരും എടുക്കരുത്. പുറത്തിറങ്ങിയിട്ട് എന്നെ ആരും തല്ലല്ലേ എന്ന് പറയുന്നതിന് തുല്യമാ. മോളെ മാർക്ക് 28. ആൻഡ് ഓൺ 3? ഓൺ 3 2.75. താങ്ക് യു റിമി ചേച്ചി. വിചേട്ടാ? നമുക്ക് 27.25. ഫീലിന് നമുക്ക് 2.5. താങ്ക് യു ജഡ്ജസ്. അലീനക്കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 91 on 100. അലീന, അപ്പം ഇത് ലാസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? കഴിഞ്ഞ 2 പെർഫോമൻസിന് നല്ല സ്കോർ ഇല്ലേ? അപ്പൊ അടുത്ത സ്റ്റേജിൽ കാണാം. ഓൾ ദ ബെസ്റ്റ് മോള്. താങ്ക് യു. Don't waste your time with this Moovaatan and Mambadas. We will show you Kasturi Babadams, okay? എന്റെ ഓർമ്മയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആണ് ഇത്. रात में जो मजा है कुछ नया नया है. Junior Idol, Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. അടുത്തതായി ഇന്നത്തെ എപ്പിസോഡിൽ ഈ വേദിയിലേക്ക് പെർഫോം ചെയ്യാൻ എത്തുന്നത് ഫിഡൽ ആണ്. ഇഷൽ ദർബാർ റൗണ്ടുമായി എത്തുന്നു ഫിഡൽ. ലെറ്റ്സ് വെൽക്കം ഫിഡൽ. ഫിഡൽ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഫിഡൽ ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം എന്ന പാട്ടാണ്. അങ്ങനെ ഒരു മാമ്പഴം ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ, കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. നിന്നെ നോട്ടം തെറ്റിയാൽ പോകും. കാത്തു
ബിഗ് സർപ്രൈസ് ആയിരുന്നു, അടിച്ചു പൊളിച്ചു. താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? റിമി ചേച്ചി അല്ലേ? അതെ, സോറി മോനെ, അതും റിസർവ്ഡ് ആണ്. റോയ് ചേട്ടൻ നിന്നെ അടിച്ചു കൊല്ലും. അത് ഡാൻസേഴ്സിന്റെ കൺസെപ്ഷൻ. ഡാൻസേഴ്സിന്റെ അടുത്തൊന്ന് പറഞ്ഞോളൂ കേട്ടോ. റിമി ചേച്ചി കലക്കി ഫിഡലെ, കലക്കി. താങ്ക് യു ചേച്ചി. ഒരു ഉഷാറായി മൊത്തം എല്ലാവരും ഈ പാട്ടിലൂടെ. ഡാൻസേഴ്സിന് ഒരു സ്പെഷ്യൽ കയ്യടി. താങ്ക് യു. അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ സ്റ്റെപ്പും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു സ്റ്റെപ്പുകളും പിന്നെ മോന്റെ കൂളിംഗ് ഗ്ലാസും എല്ലാം കൂടെ വെച്ചിട്ട് മൊത്തം ഈ പാട്ട് ഇന്നും എല്ലാവരും സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. മെഹബൂബ് ആലപിച്ച അദ്ദേഹത്തിന് ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗാനം. ഈ ഗാനം സെലക്ട് ചെയ്ത് ഇത്ര മനോഹരമാക്കിയതിന് മോന് ഭയങ്കര ഒരു അഭിനന്ദനങ്ങള്. ചേച്ചി അനുപേട്ടനാണ് സെലക്ട് ചെയ്തത്. അത് പിന്നെ അറിയാം കേട്ടാ. ഒരുമാതിരി ഒരു കുശുമ്പത്തിയൊക്കെ പറയണമല്ലേ, അത് പറയേണ്ട ആവശ്യമില്ല, അത് അറിയാന്ന്. അല്ല പക്ഷെ എന്നാലും അനുവിനോട് നമ്മൾ എപ്പോഴും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ പാട്ട് ബിജി ചേട്ടനാണോ സെലക്ട് ചെയ്തത്? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അല്ല എന്നാലും നമ്മുടെ ഈ ഈശ്വൽ ദർബാർ ആയിക്കോട്ടെ, കാവ്യം മുരളിക റൗണ്ട് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ഏതാ ഒരു റൗണ്ട് കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇളയരാജ സാറിന്റെ പാട്ടുകളായിക്കോട്ടെ, ഈ 3 റൗണ്ടുകളും ഒന്നിനൊന്നിനൊന്നിനൊന്ന് മെച്ചമായിരുന്നു. അതുപോലെ അതിന്റെ പാട്ടുകൾ നന്നാകുമ്പോഴാണ് നിങ്ങൾക്ക് നന്നായിട്ട് പാടാനും ആ എപ്പിസോഡ് നന്നാവുന്നത്. അപ്പൊ ഇവർക്ക് ഈ സെലക്ട് ചെയ്തവർക്ക് എപ്പോഴും നമ്മൾ ആ സമയം, വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി പാട്ട് സെലക്ട് ചെയ്യാൻ കാണിച്ച ആ ഒരു സന്മനസ്സിന് പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. മോനെ വേറെ ഒന്നും പറയാനില്ല, കലക്കി. താങ്ക് യു ചേച്ചി. ബീജേട്ടാ മോനെ സൂപ്പർ കേട്ടോ, താങ്ക് യു സർ. അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്ത് വേറെ എന്താ പറയാനുള്ളത്? കാരണം എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആണ് താങ്ക് യു സർ. ഈ ഒരു കോൺടെസ്റ്റിൽ. കാരണം ഇതൊരു റിഫ്രഷ്മെന്റ് ആണ് എല്ലാവർക്കും, അല്ലെ? നിങ്ങൾക്ക് പോലും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ. ഇത് എന്റെ ഗ്രൂമിംഗ് സെഷനിലൊക്കെ ഒരുപാട് ഫൺ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. മെഹബൂബ് എന്ന് പറയുന്ന കൊച്ചിയുടെ പാട്ടുകാരൻ പാടിയ പാട്ടാണ്. അദ്ദേഹം എന്നും നമ്മുടെ ഒരു സെലിബ്രിറ്റി, ഒരു മാസിന്റെ അവിടെ നിന്ന് എന്നും ഒഴിഞ്ഞു നിന്നിട്ടുള്ളൊരു ഗായകനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ക്ലബ്ബുകളും ഒരുപാട് ആരാധകരും അദ്ദേഹത്തിനുണ്ട് കൊച്ചിയിൽ ഇപ്പോഴും. അദ്ദേഹം ഒരു നല്ല കമ്പോസറാണ്. ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള കഥകളും അദ്ദേഹത്തിന്റെ പാട്ടുകളും ഒക്കെ കേൾക്കാൻ പറ്റും. പിന്നെ ഇത് രാഘവ മാഷിന്റെയും ഭാസ്കരൻ മാഷിന്റെയും തന്നെയാണ് പ്രതീക്ഷിച്ചതുപോലെ. അപ്പോൾ ആസ് ഓൾവേസ് അവരുടെ പാട്ടുകൾ ഇത്രയ്ക്ക് ഫണ്ണും ഇത്രയ്ക്ക് നാടൻ ശീലും. ഞാൻ രാഘവ മാഷിന്റെ ഒരു ആർട്ടിക്കിൾ പണ്ട് വായിച്ചിട്ടുണ്ട്. മലയാള രാഗങ്ങളുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. മലയാള രാഗം എന്ന് പറഞ്ഞിട്ട് രാഗങ്ങളില്ല, പക്ഷെ എന്നാൽ പോലും ആ വിശേഷണത്തിന് ഒരുപാട് മൂല്യമുണ്ട്. മലയാളികൾക്ക് വേണ്ടി അവരുടെ ഒരു എത്നിസിറ്റിയിൽ നിന്ന് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ. അപ്പൊ മോൻ അസാധ്യമായിട്ട് പാടി, വേറെ ഒന്നും പറയാനില്ല കേട്ടോ, അസാധ്യം. ഫിഡൽ, ഒരു എനർജി പാക്ഡ് എന്റർടൈനിങ് പെർഫോമൻസ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. ബ്രില്യന്റ് ആയിരുന്നു മോനെ. സ്പെഷ്യൽ താങ്ക്സ് ടു ദ കൊറിയോഗ്രാഫേഴ്സ്. ഇത്ര ഇന്നോവേറ്റീവ് ആയ ഒരു ഐഡിയ കൊണ്ടുവന്നത് അവർക്കും ഒരു വലിയ കയ്യടി. നല്ലൊരു ആശയമായിരുന്നു. ഡെഫിനറ്റ്ലി ഇൻ എ വെരി സിമ്പിൾ വേ ദേ കൺവേഡ് ഇറ്റ്. അതാണ് അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. And that is called what we call intelligent choreography as always. And Fidel മോന്റെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സിംഗിങ്. ഈ പാട്ടിന് ഏറ്റവും ആവശ്യമുള്ളത് അത് തന്നെയാണ്. മെഹബൂബ് എന്ന ഗായകന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളിലൊന്ന്. ഒരുപക്ഷെ ഈ പാട്ടിന്റെ ഒരു ഫ്രേസിങ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കൈവിട്ടു പോയാൽ ഇപ്പോഴും ഈ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നൊക്കെ പറയുമെങ്കിലും ഏറ്റവും പോപ്പുലർ ആയിട്ട് മലയാള ഭാഷയിൽ ഇന്നും യൂസ് ചെയ്യപ്പെടുന്ന ഒരു വാക്ക് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്നാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഇമേജറി ആ ഒരു കണ്ടെക്സ്റ്റിൽ മലയാളത്തിൽ വന്നിട്ടില്ല. ആൻഡ് യു പ്രസന്റഡ് ഇറ്റ് വെരി വെൽ. അതിന്റെ പ്ലാൻസ് എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. നമുക്കറിയാം ഹൃദയത്തിൽ നിന്ന്, അല്ലെങ്കിൽ വളരെ ഏറ്റവും ജെനുവിനായിട്ട് പാടുന്ന സിംഗേഴ്സിൽ ഒരാളാണ് മെഹബൂബ് എന്ന മഹാനായ ഗായകൻ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ അത്രമാത്രം സത്യമുള്ളവയാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അദ്ദേഹത്തിന്റെ പാട്ട് മോൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് കമന്റ് ചെയ്യാൻ ഒന്നുമില്ല. And don't waste your time with this Moovaat and Maambazhams. We will show you Kasturi Maambazhams, okay? താങ്ക് യു സർ. ഈ പാട്ടിനെ പറ്റി ഒരു കാര്യം കൂടെ, എന്റെ കൂടെ പാടുന്ന ഒരു ഗായകനുണ്ട് ബഷീർക്ക. ബഷീറിന്റെ ശരിക്കും പറഞ്ഞ മാസ്റ്റർ പീസ്. ഒത്തിരി പേര് പാടുന്നുണ്ടെങ്കിലും ബഷീർക്ക് ഈ പാട്ട് വളരെ ഭംഗിയായിട്ട് എല്ലാ സ്റ്റേജിലും ആലപിച്ചും അദ്ദേഹം വർഷങ്ങളായി പാടിക്കൊണ്ടിരിക്കുന്നു. ബഷീർക്കെ പെട്ടെന്ന് ഞാൻ ഓർത്തു, അത്രേ ഉള്ളൂ. ബഷീർക്കയുടെ ഒരു നല്ല കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. താങ്ക് യു ജഡ്ജസ്. ഫിഡൽ,
ജഡ്ജസ് പറഞ്ഞു ഫിഡലിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇത്, ബെസ്റ്റ് നോട്ട് വേസ്റ്റ്. അപ്പം അതിന്റെ മാർക്സ് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, ബിചേട്ടാ? ഞാൻ 28.25. താങ്ക് യു സർ. താങ്ക് യു ബിചേട്ടാ. റിം ചേച്ചി? 28.25. മോനെ ഞാൻ 28 out of 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസിന് 3.75 out of 4. താങ്ക് യു സർ. താങ്ക് യു അനുവേട്ട. എക്സ്പ്രഷന് ഔട്ട് ഓഫ് 3 2.75. താങ്ക് യു ചേച്ചി. താങ്ക് യു റിം ചേച്ചി. Feel 3 on 3. Thank you judges, and your total score is 94 on 100. താങ്ക് യു. ബ്രില്യൻ സ്കോർസ് ആണ് ജഡ്ജസ് പറഞ്ഞത്. ശരി തന്നെ അല്ലേ? 94 വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ടൈം ആണ് അല്ലേ? അപ്പൊ ഇനി വരുന്ന സ്റ്റേജസിലും ഇങ്ങനെ 94 and above വാങ്ങാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യു ആൻഡ് താങ്ക് യു. താങ്ക് യു. दिल में काब जाग जाग है निगाह कोई कोई डांस डांस, आज खुश नसीब वो ही जिसकी बाहों में है कोई डांस डांस. हम जवा है तुम जवा है दिल जवा है धड़कने जवा, हम जवा है तुम जवा है दिल जवा है धड़कने जवा. Ideal World Junior Idol Season 2. Jai Hind TV. For the family, for the nation. നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ മാത്രം പാട്ട് കേട്ടാൽ മതിയോ? നമ്മുടെ സുന്ദരിയായ അവതാരക നല്ലൊരു ഗായികയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. മേഘനയിൽ നിന്നും ഒരു കിടിലൻ ഒരു അടിപൊളി ഡാൻസ് നമ്പർ ഇപ്പൊ ഇതാ മേഘന പാടാൻ പോകുന്നു. ആസ്വദിച്ചോളൂ. ये रात में जो मजा है कुछ नया नया है. ये दिल को आज क्या हुआ है कि झूमदा ही जा रहा है. झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा. ओ ये रात में जो मजा है कुछ नया नया है. ये दिल को आज क्या हुआ है कि झूमदा ही जा रहा है. झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा. ओ come on. दिल में काब जाग जाग है निगाह कोई कोई डांस डांस, आज खुश नसीब वो ही जिसकी बाहों में है कोई डांस डांस. दिल में काब जाग जाग है निगाह कोई कोई डांस डांस, आज खुश नसीब वो ही जिसकी बाहों में है कोई डांस डांस. हम जवा है तुम जवा है दिल जवा है धड़कने जवा, हम जवा है तुम जवा है दिल जवा है धड़कने जवा. झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा. ओ
रात में जो मजा है कुछ नया नया है ये दिल को आज क्या हुआ है कि झूमदा ही जा रहा है झूम 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 बाबा झूम 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 बाबा झूम 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 बाबा ओ क्या जरूर जा रहा है क्या खुशी उमल रहा है डांस डांस कम बदाम बढ़ रही है हार्ट बीट बढ़ रही है डांस डांस ये जवानी ऐसे खूब ये खुशी का हाल ये जवानी ये खुशी ये एक जगह झूम 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 बाबा झूम 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 बाबा झूम 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 बाबा ओ ये रात में जो मजा है कुछ नया नया है ये दिल को आज क्या हुआ है कि झूमदा ही जा रहा है झूम 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 बाबा झूम 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 बाबा झूम 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 बाबा ओ கொஞ்சி அலைகள் ஓட ஓடி தின்ற மலர்களாட கொஞ்சி അലകൾ ഓട നന്നായിട്ട് തന്നെ ആ പാട്ട് റെൻഡർ ചെയ്തു. പരമാവധി ജസ്റ്റിസ് കൊടുക്കാൻ നോക്കി. അൻപിൽ വന്ന രാഗമേ നന്ദി തന്ന ഗീതമേ എത്ര മുന്നേ പാടുവേൻ മനതിലെന്ത തീരമൂറും. നല്ലൊരു പാട്ടാണ്. മോൻ വളരെ ഫീൽഫുൾ ആയിട്ട് പാടി. കൃതിക എന്ന പച്ചപ്പനന്തത്ത വളരെ മനോഹരമായിട്ട് പാടി. മോള് ഈ പ്രോസസ് വളരെ എൻജോയ് ചെയ്താണ് പാടിയത്. ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ക്വാളിറ്റി ഓഫ് ആൻ ആർട്ടിസ്റ്റ്. പോകും അതിൽ ഉണ്ടാകും രാഗം പുരിയാതോ എണ്ണമേ അൻപേ. ആമോദത്തോടെ ഈ ഗാനം പാടാം ഉല്ലാസത്തേരിൽ ആടിപ്പാടാം സന്തോഷത്തോടെ ഒത്തുചേരാം ആനന്ദത്തോടെ ജൂനിയർ ഐഡൽ ഗാനവിസ്മയം തീർത്തു നമ്മളെന്നും ജൂനിയർ ഐഡൽ ഉത്സവത്തിൽ നീലമായി നിങ്ങൾക്കൊപ്പം ജൂനിയർ ഐഡൽ. ആമോദത്തോടെ ഈ ഗാനം പാടാം ഉല്ലാസത്തേരിൽ ആടിപ്പാടാം സന്തോഷത്തോടെ ഒത്തുചേരാം ആനന്ദത്തോടെ ജൂനിയർ ഐഡൽ ഗാനവിസ്മയം തീർത്തു നമ്മളെന്നും ജൂനിയർ ഐഡൽ ജൂനിയർ ഐഡൽ ജൂനിയർ ഐഡൽ Ideal World Junior Idol Season 2. Remy Tommy, Bijibal, Anup Shankar and Meghna's costume sponsored by Rajakumari Total Shopping, Attingal, Pothankode.